അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ നമ്മൾ എന്താണ് കാറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഷൂട്ടിന്ന്. വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ജേർണി പോവാണ്, ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. മൈസൂരിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലമ്പൂരാണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾട്ട് ഇട്ടിട്ട് നിങ്ങളടുത്തൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് പിന്നെ യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ ഫുൾ ഈ ജേർണി നമ്മൾ വീഡിയോസിൽ നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ വാ പോവാം. നിലമ്പൂർ വഴി നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വഴി എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ വെഹിക്കിൾ ഒന്ന് മെല്ലെ ഒന്ന് ചവിട്ടി നിർത്താൻ തോന്നും. ഒന്ന് റിലാക്സ് ചെയ്യാനും റെസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ആ ഒരു വഴിയോരത്ത് കാണുന്ന കടകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി ഒന്ന് റിഫ്രഷൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്നത് പോലെ എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഭാഗ്യവശാൽ തന്നെ ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപാട് മഴ അങ്ങനെയൊന്നുമില്ല, ഒരു ഇളം വെയിലോട് കൂടി തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ യാത്ര അടിപൊളിയാവും തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി യാത്ര മൈസൂരിലേക്കാണെങ്കിലും നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നമ്മളൊരു സഫാരി അവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സഫാരിയിലേക്കാണ് നമ്മൾ ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത്. ഞാനൊരു മലപ്പുറംകാരനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ മലപ്പുറത്തുനിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ട്, പിന്നെ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് മലപ്പുറം മഞ്ചേരി നിലമ്പൂർ വഴി നമ്മൾ നാടുകാണി ചുരത്തിലേക്ക് എത്തണം. നാടുകാണി ചുരത്തിൽ നിന്ന് നമ്മൾ നേരെ ഗൂഡല്ലൂരിലേക്ക് പിടിക്കും. ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് നേരെ മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എത്താം. അങ്ങനെ മുതുമലൈ ടൈഗർ റിസർവ് നിന്ന് നേരെ ബന്ദിപ്പൂർ. ഇതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മെയിനായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയിലേക്ക് കടക്കുന്നത് മുന്നേ തന്നെ ഞങ്ങളൊരു ഉച്ചയായി. അപ്പോൾ ഉച്ചയോട് അടുപ്പിച്ചിട്ട് ഒരു മലബാർ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ തന്നെ. അപ്പോൾ ആ മലബാർ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ സ്റ്റാർട്ട് ചെയ്തു. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മഴ ചെറുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതുമലൈ ടൈഗർ റിസർവ്സ് വെൽക്കംസ് യു എന്ന് പറഞ്ഞിട്ടൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിലോട്ട് നമ്മൾ കയറുകയാണ്. മുതുമലൈ ടൈഗർ റിസർവ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ നേരെ നമുക്ക് ബന്ദിപ്പൂരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ വഴി ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബന്ദിപ്പൂരിൻ്റെ വഴി ആയിക്കോട്ടെ, സത്യം പറയാലോ കാടൊക്കെ ആസ്വദിച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള റോട്ടിലൂടെ നമുക്ക് നല്ല ക്ലൈമറ്റും കൂടിയാണെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണം, ഒരു റോഡ് ട്രിപ്പ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്. നമുക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അടിപൊളി വൈബാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്, വേറെ ഒന്നും പറയാനില്ല. നമ്മൾ പോകുന്ന വഴി തന്നെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ആനിമൽസിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. മാൻ എന്തായാലും നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് മാൻ ഉണ്ടാവും സൈഡിൽ. അതേപോലെ തന്നെ എലിഫൻറ്റ്സ്, കാട്ടാന ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കാട്ടുപോത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈഗറിനെയൊക്കെ സ്പോട്ട് ചെയ്യാം, പക്ഷെ അതൊക്കെ വളരെ റെയറാണ് കേട്ടോ. പിന്നെ മങ്കീസ്, അതുപോലെ ലങ്കൂർ, ഇതൊക്കെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാൻ പറ്റും. മങ്കീസ് നമുക്ക് വളരെ അധികം തന്നെ ആയിട്ട് സ്പോട്ട് ചെയ്യാം. മുതുമലൈ ടൈഗർ റിസർവ് നമുക്ക് എൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെ താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു കവാടം പോലെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരുപാട് മാൻകൂട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞല്ലോ ഡിയർ, മാൻ നമുക്ക് ഒരുപാട് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മുതുമലൈ ടൈഗർ റിസർവ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് കഴിഞ്ഞ് ചെല്ലുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുന്നേയിട്ട് നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു കർണാടക. അപ്പോൾ പിന്നെ ആ തമിഴ്നാട് ആ ബോർഡർ കഴിഞ്ഞ് നമ്മൾ കർണാടകയിലേക്ക് എൻ്ററായി. ഓക്കെ, വെൽക്കം ടു കർണാടക എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു കവാടം കാണാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ്. അപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടുള്ള വഴിയും ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള വഴിയാണ്. നമുക്ക് മുതുമലയിനെക്കാട്ടും ഞങ്ങൾക്ക് കൂടുതൽ ആനിമൽസ് സ്പോട്ടായത്, അതായത് ആ റോഡ് വഴിയുള്ള യാത്രയിൽ തന്നെ സ്പോട്ടായത് ബന്ദിപ്പൂരിലായിരുന്നു. എങ്ങനെയായാലും നമ്മൾ ചെന്നെത്തുന്നത് സഫാരി ക്യാമ്പസിലോട്ടാണ്. അപ്പോൾ സഫാരി ക്യാമ്പസിൽ നിന്ന് നമ്മൾ സഫാരി പോകുന്ന സമയത്ത് ഒരുപാട് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരു ഫോറസ്റ്റ് ജേർണി നമുക്ക് എപ്പോഴും നല്ലൊരു അനുഭവം തരും. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം.
ഈ ഇരിക്കുന്നത് ലങ്കൂറാണ് കേട്ടോ. ഇത് നമ്മൾ കുരങ്ങൻ്റെ പോലെ ഉണ്ടാവും, പക്ഷേ ആ ഫേസ് ബ്ലാക്ക് ഫേസ് ആയിരിക്കും, ചുറ്റും ഗ്രേ ഹെയർസ്. ഇത് ലങ്കൂറാണ്, ലങ്കൂർ വെറൈറ്റി. ഇതാ കാട്ടാനകൾ ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ പറയുന്നത് എനിക്കറിയില്ല, വല്ലാത്തൊരു വൈബ്, വല്ലാത്തൊരു ഫീല്. നമുക്കിനിയിപ്പോൾ സപ്പോസ് ആനിമൽസിനെ എന്നും നിങ്ങൾ സ്പോട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഒരു നഷ്ടമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്ര. മുതുമലൈ ഫോറസ്റ്റ്, അത് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ഫോറസ്റ്റ്, അതിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇതാ ഞങ്ങളുടെ സഫാരി ക്യാമ്പസ് മെലുക്കുമനഹള്ളി. ഇതാണ് ബന്ദിപ്പൂരിൻ്റെ പുതിയ സഫാരി ക്യാമ്പസ് മെലുക്കുമനഹള്ളി. ഇവിടെ തന്നെ നിങ്ങൾ വരണം. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 15 ദിവസം 20 ദിവസം മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സഫാരിക്കുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇവിടെ വരണം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ബന്ദിപ്പൂർ ന്യൂ സഫാരി ക്യാമ്പസ്. ഇവരുടെ പുതിയ സഫാരി ക്യാമ്പസാണിത് കേട്ടോ. ഇവിടെ മെലുക്കുമനഹള്ളി, ഇത് കണ്ടോ, മെലുക്കുമനഹള്ളി എന്നുള്ള ഈ ഒരു ന്യൂ സഫാരി പോയിന്റിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഇവിടെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. കാരണം നിങ്ങൾ ഓൺ ദ സ്പോട്ട് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഓൺലൈനിൽ തന്നെ ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 3 വീക്സ് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് വരികയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോവാം. കാരണം ഞാനിപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓൺ ദ സ്പോട്ട് എടുക്കാൻ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ, മെലുക്കുമനഹള്ളി. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഐ എം അറ്റ് ബന്ദിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയ ആണ്. കുറേ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളും, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സഫാരിയിൽ മുന്നേ കഴിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫുഡ് സ്റ്റോളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ചെറിയൊരു ഷോപ്പിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ചെറിയ ഡ്രസ്സ്, സ്നാക്സ് അങ്ങനത്തെയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇവർ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഫുള്ള് അവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് എംപോറിയം ഉണ്ട്. അതുപോലെ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സഫാരി ജീപ്പും കാണാം, അതേപോലെ തന്നെ സഫാരി ബസ്സും ഉണ്ട് കേട്ടോ. പക്ഷേ ജീപ്പ് സർവീസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജീപ്പ് സർവീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ വെബ്സൈറ്റിൽ നോക്കുമ്പോഴും ജീപ്പ് സർവീസ് അവർ ക്രോസ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ബസ് സർവീസാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഇത്തരം ബസ്സിലായിരിക്കും നമ്മളുടെ ഫുൾ സഫാരി ഉണ്ടാവുക. കണ്ടോ, കുറേ ബസ്സുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടൈം സ്ലോട്ട് 2 ടൈം സ്ലോട്ടാണ്. ഒരു ദിവസം തന്നെ 2 ടൈം സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ അതാ നീലുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് 2 ടൈം സ്ലോട്ടാണ് വരുന്നത്. ഒന്ന് മോർണിംഗും ഒന്ന് നമുക്ക് ആഫ്റ്റർനൂണുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് 3:30 ടൈം സ്ലോട്ടാണ്. സഫാരി ഒരു 2.5 മണിക്കൂറാണ് നമുക്ക് വരുന്നത്. അതായത് 3:30 to 6 മണി, അതാണ് നമ്മളുടെ സഫാരിയുടെ ടൈമിംഗ്. 2.5 മണിക്കൂർ ബസ്സിൽ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സഫാരിയിൽ കാണാം. ടാറ്റാ ടാറ്റ. Safari zone is 80 square kilometer. And total tigers in Manipur 191 tigers. And Safari zone 10 tigers. Including cubs, 20 tigers is there in Safari zone. One tiger 30 km territory. ഇപ്പോൾ സഫാരി ബസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന നമ്മളെ പ്രൈവറ്റ് ബസ് പോലെ ഫുൾ എൻക്ലോസ്ഡായി കവർ ചെയ്ത ബസ്സല്ല കേട്ടോ. നമുക്ക് സൈഡ് ഫുൾ ഓപ്പൺ ആണ്. ഓക്കെ, നമ്മളുടെ കാല് വെക്കുന്ന ആ ഏരിയ വരെ താഴെ വരെ ഫുൾ ഓപ്പൺ ബസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജീപ്പിൽ പോകുന്ന ഏതാണ്ടൊക്കെ എഫക്റ്റ് തന്നെയാണ്. ഫുൾ 2 സൈഡും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. നമുക്ക് വിൻഡോ ക്ലോസ് ചെയ്യാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാടൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ഓരോ ബസ്സിൽ ഡ്രൈവറിൻ്റെ കൂടെ തന്നെ അവരുടെ സൈഡിൽ ഫ്രണ്ട് സീറ്റിൽ ഗൈഡും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഗൈഡ് നമുക്ക് കറക്റ്റ് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ എത്ര നമ്പർ ഓഫ് ടൈഗേഴ്സ് ഉണ്ട്, എലിഫൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. എത്ര ഹെക്ടേഴ്സ്
ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ആണ്, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്ത ആനിമൽ എന്ന് പറയുന്നത് ഇതാ സാമ്പാർ എന്ന് പറഞ്ഞിട്ടൊരു ആനിമലാണ്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സാമ്പാർ ഡിയർ എന്നാണ് പറയുക, അതായത് മാൻ്റെ ഒരു ഫാമിലിയിൽ പെട്ട ആൾ തന്നെയാണ് സാമ്പാർ ഡിയർ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്പോട്ട് ചെയ്തത് കേട്ടോ. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കാരണം ഒരു ലക്കാണ് അത്, എങ്കിൽ കൂടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ടൈഗറിനെ സ്പോട്ട് ചെയ്യാനാണ്. എല്ലാവരും സഫാരിക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ അത് തന്നെയായിരുന്നു, ടൈഗറിനെ സ്പോട്ട് ചെയ്തു എന്നുള്ളത്. കാരണം അതൊരു ലക്കാണ്. ഒരുപാട് വീഡിയോസിൽ ഒരുപാട് പേര് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഞങ്ങൾക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സാഡായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ എങ്കിൽ കൂടി നമ്മളെല്ലാം ഫുൾ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഫോറസ്റ്റിനകത്ത് കയറിയത്. പക്ഷേ ലക്കിലി എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ടൈഗർ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ ഒരു ജലസ്രോതസ്സുകൾ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അത്തരം ഏരിയാസിലാണ് അവർ അധികം ഈ ടൈഗർ ഈ ഒരു ഉച്ച സമയത്ത്, ആ ഒരു വൈകുന്നേരം സമയത്തൊക്കെ വന്ന് വെള്ളം കുടിച്ച് മയങ്ങി കിടക്കുന്ന ആ ഒരു ടൈമൊക്കെ. അപ്പോൾ അവർ ആ ഏരിയ നോക്കിയിട്ടായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഗ്യത്തിനൊരു ടൈഗർ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സ്പോട്ട് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള സ്പോട്ടിംഗ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു വെള്ളക്കെട്ടിൻ്റെ ഭാഗത്ത് ഞാനൊന്ന് സൂം ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈഗർ അവിടെ മയങ്ങി കിടക്കുകയാണ്. എന്തോ ഇരവിഴുങ്ങി കിടക്കുകയായിരിക്കാം, റെസ്റ്റ് ചെയ്യായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഫുൾ സ്ലീപ്പിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ ജീപ്പിൻ്റെയൊക്കെ അതുപോലെ ബസ്സിൻ്റെയൊക്കെ ശബ്ദം കേട്ടിട്ട് ജസ്റ്റ് ആളിങ്ങനെ ഉണരുന്നുണ്ട്, എന്നിട്ട് വാലൊന്നിട്ട് ഇങ്ങനെ ആട്ടി പിന്നെയും അതേപോലെ മയങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഗൈഡ് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധികം നോയ്സ്, ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കരുത്, ആനിമൽസിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, പ്രത്യേകിച്ച് ടൈഗറിനെ, കാരണം ബസ് ഓപ്പൺ ബസ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റിക്ക് പോലും ഒരു വാതിലോ അങ്ങനെ ഒന്നുമില്ല. ബസ്സിൻ്റെ ഉള്ളിലേക്ക് തന്നെ അവർ പെട്ടെന്ന് കണ്ട് ഇടിച്ച് കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സൈലൻസോട് കൂടിയായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് മാനിനെ സ്പോട്ട് ചെയ്തു. മാൻകൂട്ടങ്ങളുടെ ഒരു പൂരമായിരുന്നു, ഇഷ്ടം പോലെ മാൻ ഉണ്ടായിരുന്നു. മാൻ ഒരുപാട് സ്പോട്ട് ചെയ്തു നമ്മൾ. നമ്മൾ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ആനകളായിരുന്നു. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് വൈൽഡ് ഏഷ്യൻ എലിഫൻസ് ആണ്. ഈ ഒരു നാഷണൽ പാർക്കിൽ നമുക്ക് 1100 ആനകളുണ്ട് എന്നാണ് പറയുന്നത്. ആ ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞത് ഒരു ദിവസം ഒരാനയ്ക്ക് 250 കിലോ ഭക്ഷണം വേണമെന്നാണ് അവർ നമ്മളടുത്ത് സൂചിപ്പിച്ചത്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഇവരുടെ കളറ് വന്നിട്ട് ഏഷ്യൻ എലിഫൻസ് ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രേ ടു ഡാർക്ക് ഗ്രേ സ്കിൻ, അതാണ് അവരുടെ ആ ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫുൾ വ്യൂവിൽ ഇങ്ങനെ ആനകളെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ആനകളായതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന ആനകളെ പോലെയല്ല, ഇവരുടെ ചെവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലുപ്പമുണ്ടാവും. അതുപോലെ തന്നെ അഡൾട്ടായിട്ടുള്ള മെയിൽ ആനകൾക്ക് വലിയ കൊമ്പുണ്ടാവും, അതേപോലെ ഫീമെയിൽ ആനകൾക്ക് കൊമ്പൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുഞ്ഞായിരിക്കും. അതേപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തുമ്പിക്കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണ് വാരി അല്ലെങ്കിൽ പുല്ല് വാരിയൊക്കെ മേത്തോട്ട് ഇങ്ങനെ എറിയും. അപ്പോൾ അവിടെ ഗൈഡ് നമ്മളടുത്ത് സൂചിപ്പിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നല്ല വലിയ സൈസായിട്ടുള്ള മൊസ്കിറ്റോസ്, കൊതുകുകളുണ്ട്. അപ്പോൾ അത് ഇവരെ മേത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ് അവർ ആ മണ്ണ് വാരി ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് അവരെ മേത്തോട്ട് ഇങ്ങനെ എറിയുന്നതെന്ന്. കുറച്ച് നേരം ഒന്ന് സഫാരി ബസ് ഒന്ന് നിർത്തിയിട്ടപ്പോഴത്തേനും ആനക്കൂട്ടങ്ങളുടെ ഒരു പൂരം തന്നെയായി. അതിലൊരു കുഞ്ഞാന ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൂട്ടത്തോടെ നടന്നു വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ കണ്ടു നിന്ന് പോകും നമ്മൾ.
അങ്ങനെ ഞങ്ങൾ യാത്ര പിന്നെയും തുടങ്ങി. സഫാരി 2 ടൈമിംഗ് ആണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ, ഒന്ന് രാവിലെയും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരവും. ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത് വൈകുന്നേരത്തെ ടൈമിംഗ് 3:30ക്കാണ്. 3:30 മുതൽ 6 മണി വരെ 2.5 മണിക്കൂർ സഫാരിയാണ് നമുക്ക് ഉണ്ടാവുക, രാവിലെയും അതേപോലെ തന്നെ. അപ്പോൾ അടുത്ത സ്പോട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളെയും കൂടി നമ്മൾ സ്പോട്ട് ചെയ്തു. അത് വേറൊന്നുമല്ല, ബൈസൺ. അതായത് കാട്ടുപോത്ത് തന്നെയാണ്, പക്ഷെ നമ്മളെ നാട്ടിൽ കാണുന്ന കാട്ടുപോത്തല്ല. ഇവരുടെ തലയുടെ മേലെ നല്ല പഞ്ഞി പോലെ ഇങ്ങനെ ഒരുപാട് തൂവലുകൾ ഉണ്ടാവും, ഒരു ക്രൗൺ വെച്ച പോലെ, കിരീടം വെച്ച പോലെ. അപ്പോൾ അത്തരത്തിലുള്ള കാട്ടുപോത്തിനെയാണ് നമ്മൾ ബൈസൺ എന്ന് പറയാം. അപ്പോൾ അവരെയും നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു പേര് ഇതിന് മലമ്പോത്ത് എന്നൊക്കെയാണ് ഇതിൻ്റെ വേറൊരു പേര്. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വടക്കേ അമേരിക്കയിലും അതേപോലെ യൂറോപ്പിലൊക്കെ കാണപ്പെടുന്ന വലിയൊരു കാട്ടുപോത്തുകളെയാണ് നമ്മൾ സാധാരണയായിട്ട് ബൈസൺ എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഗോർ വർഗത്തെയും നമ്മൾ കാട്ടുപോത്ത് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ ഏതാണ്ട് നമ്മളുടെ 2.5 മണിക്കൂർ സഫാരിയൊക്കെ തീർന്നു. നല്ലൊരു തരം അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബന്ദിപ്പൂർ സഫാരി നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് സഫാരി 2.5 മണിക്കൂർ അടിച്ച് പൊളിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും സഫാരി പോയിന്റിൽ അവർ റിട്ടേൺ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ കാറെടുത്ത് നേരെ ഇനി ഞങ്ങൾ പോകുന്നത് മൈസൂരിലോട്ടാണ്. മൈസൂരത്തെ കാഴ്ചകളാണ് ഇനി നമ്മളുടെ വരും വ്ളോഗുകളിൽ ഉണ്ടാവുക. അപ്പോൾ ആ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് എല്ലാവരും കാത്തിരിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ആൻഡ് നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഫോക്ക് ഫുഡ് ഫ്ലോറയുടെ ഒരു ഗുഡ് ബൈ.